അപ്പോൾ വിശ്വാസത്തിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവമേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ അകത്ത് പിരിയാത്ത ഒരു സാന്നിധ്യമുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. വിളിച്ച ദൈവം വിശ്വസ്തന്. സ്തോത്രം, ഹല്ലേലൂയ. ഹാബേൽ സ്തോത്രം ഹാനോക്കിനോട് ചോദിച്ചാൽ ഹാനോക്ക് പറയും, ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, 300 വർഷം ഞാൻ ദൈവത്തോട് കൂടെ നടന്നു. ഈ ദൈവത്തെ ഞാൻ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. ഈ ദൈവം എന്നോട് കൂടെ നടന്നു. വിശ്വസിക്കുന്നവരോട് കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? നാം സാധാരണ വിശ്വാസികളല്ല. വിശ്വാസം ലോകത്തിൻ്റെ വിശ്വാസമല്ല, ദൈവം പകർന്നു തന്ന വിശ്വാസമാണ്. അത് ഏതിൽ കൂടെ? ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഈ വചനം കേട്ട് വിശ്വസിച്ചവർ മാത്രമൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, വിശ്വസിക്കുന്നവരോട് കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം കൈവിടുന്ന ദൈവമല്ല. ഈ ദൈവം ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പഴയ നിയമ ഭക്തനായിരിക്കുന്ന ഹാനോക്കിനോട് ഇതൊന്നും ദൈവം പറഞ്ഞില്ലെങ്കിലും പുതിയ നിയമ ഭക്തന്മാരായിരിക്കുന്ന എന്നോടും നിങ്ങളോടും പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ 3.5 വർഷക്കാലത്ത് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അരുമനാഥൻ സ്വർഗാരോഹണം ചെയ്തത്. ഇതെല്ലാം എഴുതി കിട്ടിയിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഇന്ന് പകൽ പറയണം, വിശ്വസിക്കുന്ന എന്നോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നോഹയോട് ചോദിച്ചാൽ പറയും, വിശ്വാസത്തിന് എന്താ പ്രത്യേകത? നോഹ പറയും, കാണുന്ന കാര്യങ്ങളല്ല, ഞാൻ വിശ്വസിച്ച ദൈവം കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു അരുളപ്പാട് എനിക്ക് തരുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവ പൈതലെ മനസ്സിലാക്കിക്കൊള്ളണം, വിശ്വാസിക്ക് എന്തുണ്ട്? കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് അരുളപ്പാട് തരുന്ന ഒരു ദൈവമുണ്ട്. കാണുന്ന കാര്യങ്ങൾ നമ്മെ തടയുന്നതാണ്, കാണുന്ന കാര്യങ്ങൾ നമ്മെ വിഷമിപ്പിക്കുന്നതാണ്, കാണുന്ന കാര്യങ്ങൾ നമ്മെ നിരാശപ്പെടുത്തുന്നതാണ്, കാണുന്ന കാര്യങ്ങൾ നമ്മെ തളർത്തുന്നതാണ്. എന്നാൽ തളർത്തുന്നതും ബലഹീനമാക്കുന്നതും നിരാശപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ കണ്ണിന് മുമ്പിൽ കിടക്കുമ്പോൾ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നിട്ടുണ്ട്, ദൈവം എനിക്കൊരു ദർശനം തന്നിട്ടുണ്ട്, ദൈവം എനിക്കൊരു സ്വപ്നം തന്നിട്ടുണ്ട്, ദൈവം എനിക്കൊരു അരുളപ്പാട് തന്നിട്ടുണ്ട്. ഇന്ന് പകൽ അനുഭവമുള്ളവർ കരം ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ.